എടാ ഇനി മുതലെങ്കിലും നല്ല രീതിയിൽ പഠിക്കണം. എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഇനി കുറഞ്ഞ സമയമുള്ളൂ, അല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ. മാക്സിമം നമ്മൾ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഏറ്റവും നല്ല ഹാപ്പി ആയി പഠിക്കാം, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് വീഡിയോ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ആർക്കും നഷ്ടമാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഈ വീഡിയോ ഏറ്റവും അടിപൊളി ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വീഡിയോ ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഉറങ്ങി എണീക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. കാരണം ഈ രാത്രി മൊത്തം നമ്മളെ ബോഡി ഫുള്ള് ഉറങ്ങി ക്ഷീണിച്ച് ഡീഹൈഡ്രേറ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം കുടിച്ച് നല്ല ഉന്മേഷത്തോടു കൂടി എണീക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ മൊബൈൽ ഫോൺ ഫസ്റ്റ് ഹവർ, എണീറ്റ ശേഷം ഫസ്റ്റ് ഹവർ ഒരിക്കലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കും. അപ്പോൾ എന്താ കാരണം എന്നൊക്കെ എല്ലാവരും ചോദിക്കും. മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ നമുക്ക് അതിന് വരുന്ന ലൈറ്റൊക്കെ നമുക്ക് ഏറ്റവും ആ ദിവസത്തിൻ്റെ മൂഡ് തന്നെ നമുക്ക് കളയാനുള്ള ഒരു വകുപ്പ് നമ്മൾ ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഉണ്ടാക്കി വെക്കാതിരിക്കുക. അപ്പോൾ മൊബൈൽ ഫോൺ ഫസ്റ്റ് അവർ മാത്രം നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സാഹചര്യം എന്താ വെച്ചാൽ എല്ലാവരും മൊബൈലിൽ അലാറം വെക്കും. അലാറം വെച്ച് ഏകദേശം അലാറം ഓഫാക്കാൻ വേണ്ടി മൊബൈൽ എടുക്കൽ, എന്നിട്ട് അലാറം ഓഫാക്കി വേറെ എന്തെങ്കിലും മെസ്സേജ് നോക്കി അങ്ങനെ കുറേ സമയം പോകും. അതുകൊണ്ട് എല്ലാവരും മൊബൈൽ ഫോൺ അലാറം വെക്കുന്ന നിർത്തി എന്തെങ്കിലും ചെറിയ ക്ലോക്കിൻ്റെ അലാറം ഉണ്ടാവില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് അലാറത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ആക്കാം. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ ഈ സൂര്യന് രാവിലത്തെ ഫസ്റ്റത്തെ വെയിലുണ്ടാവില്ല, അതായത് ഫസ്റ്റത്തെ വെയിൽ പറഞ്ഞാൽ ഇളം ചൂടില്ലാത്ത വെയിൽ, അതായത് ചൂട് അനുഭവപ്പെടാത്ത ഫസ്റ്റത്തെ ഒരു പല ഏരിയയിൽ പല ടൈം വെക്കണം, എന്നാലും ഒരു 7 ടു 9 ആ ഒരു 7 ആ ഒരു സമയത്ത് ഫസ്റ്റത്തെ വെയിലുണ്ടാവില്ലേ, അത് ഒരു 10 to 15 മിനിറ്റ് നിങ്ങൾ കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം എന്തിനാ വെയിൽ കൊള്ളണം ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും. ഇപ്പോഴത്തെ നമ്മൾ പുതിയ തലമുറത്തെ കുട്ടികൾ എന്താ ചെയ്യല്, അത് ഈ പഴയ തലമുറത്തമാരില്ല, വെയിൽ കൊള്ളണ അധികം കുറവ് എന്താ വെച്ചാൽ ടാൻ അടിക്കും അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വെയിലിൽ നിന്ന് മാക്സിമം നമ്മൾ മാറി നിൽക്കും, അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ വെയിൽ മാക്സിമം കൊള്ളാതിരിക്കും. വെയിൽ കൊള്ളാതിരിക്കണം, അതായത് ഫസ്റ്റത്തെ രാവിലത്തെ നല്ല വെയിലൊന്നും കൊണ്ടാലും ഒരിക്കലും നിങ്ങൾക്ക് ടാൻ അങ്ങനത്തെ പ്രശ്നമില്ല. അത് എന്താ വെച്ചാൽ ഈ വെയിൽ കൊണ്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ പറയും അതൊക്കെ വെറുതെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് അപ്പോൾ ഈ വെയിലില്ലാത്ത അതായത് സൂര്യൻ ഉദിക്കാത്ത ഈ ചില രാജ്യങ്ങളുണ്ട്, അവരൊക്കെ മരുന്ന്, അതായത് ഡിപ്രഷൻ വരാതിരിക്കാനുള്ള മരുന്ന് കുടിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ സൂര്യൻ്റെ വെയിൽ കൊണ്ടില്ലെങ്കിൽ എന്താ ഡിപ്രഷൻ വരും. ആ ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളാം. അപ്പോൾ ചിലവർ പറയുണ്ടാവും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ നല്ല വെയിൽ കൊണ്ടാണ് പോകേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴുള്ള വെയിലാണ് നിങ്ങൾ കൊള്ളുന്നൊന്ന് ടൈമൊന്ന് നോക്കാം, അതായത് 9ൻ്റെ ശേഷമുള്ളതാണോ 9ന് മുമ്പുള്ളതാണോ എന്ന് നോക്കാം. അധിക സമയമൊന്നും വേണ്ട, 10 to 15 മിനിറ്റ്. അപ്പം നമുക്ക് നമ്മളിപ്പോൾ 3 കണ്ടന്റ് പറയാം നമുക്ക് ടിക്കണം. ആദ്യം പറഞ്ഞത് എണീറ്റ ഉടനെ വെള്ളം കുടിക്കുക, പിന്നെ മൊബൈൽ ഫോൺ ഫസ്റ്റ് അവർ യൂസ് ചെയ്യാതിരിക്കുക, പിന്നെ സൺലൈറ്റ് കൊള്ളുക. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ കാര്യം എന്താ നോക്കാം. പിന്നെയുള്ള എന്താ വെച്ചാൽ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് ഫോക്കസ്, നമ്മൾ മൈൻഡ് ക്ലിയർ ആവും. അതായത് നമ്മളൊക്കെ പല ടെൻഷൻ, എക്സാമിൻ്റെ ടെൻഷൻ, വേറെ പല രീതിയിൽ പല ടെൻഷനും ആൾക്കാർ ഇതിൽ ജോലിയിൽ പല തരത്തിലുള്ള ജോലിയിൽ പല ആൾക്കാർ ഡിപ്രഷനിലാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയില്ല. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ വെറുതെ അതായത് നിങ്ങൾ വേറെ ഒന്നും ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും നോക്കണ്ട, വെറുതെ ഒരു നല്ല സ്ഥലത്ത് വായുസഞ്ചാരമുള്ള സ്ഥലമാണ് ഒന്ന്, പിന്നെ നല്ല ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ്. അതായത് ചിലപ്പം നല്ല കിളികൾ, നിങ്ങളെ ടെറസിന് മുകളിൽ നല്ല കിളികളെ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിരുന്ന് നല്ല രാവിലെ ഒച്ചപ്പാടൊന്നുമില്ല, ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുക. അതിനാണ് ബ്രീത്ത് മാത്രം ഫോക്കസ് ചെയ്യുക, അതത്രേ ഉള്ളൂ. അല്ല വേറെ കുറേ ചിന്തിച്ച് അങ്ങനെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ സിമ്പിളായിട്ട് അങ്ങനെ ആക്കണേ അങ്ങനെ ആക്കാം. അപ്പോൾ നമ്മൾ 4ാമത്തെ പറഞ്ഞ് അടുത്തതിൽ പോവാണ്. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം.
എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചില പുഷപ്പ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയ ശേഷം മാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് അധിക സമയമൊന്നും വേണ്ടില്ല. 10 20 30 അര മിനിറ്റിൻ്റെ കാര്യം ഇതൊക്കെ പാടെ ഉള്ളൂ. അതായത് ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ പറയാം ഇപ്പോൾ അര മിനിറ്റ് എനിക്ക് വേസ്റ്റ് ആവില്ല. വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് ആ ദിവസത്തിൽ നിങ്ങളിത് ചെയ്യാത്ത ദിവസത്തിൽ ചെയ്ത ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ കാണാൻ പറ്റും. എക്സസൈസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനമെങ്കിലും നടത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യുന്ന നേരെ വിപരീതമായിട്ട് മാറാം. അതായത് നിങ്ങൾക്ക് ഉപകാരത്തിൽ കൂടുതൽ ഉപദ്രവമാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 5ാമത്തെ പറഞ്ഞപ്പോൾ 5ാമത്തെ ടിക്കറ്റ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് സപ്പോർട്ട് ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബും ലൈക്കും നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അത് നമുക്ക് കമൻറ്റായി അറിയിക്കാം. നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ചെയ്ത് തരാവുന്നതാണ്. അത് നല്ല കോൾഡ് വാട്ടർ തണുപ്പുള്ള വെള്ളത്തിൽ രാവിലെ കുളിക്കുക. അപ്പോൾ നമുക്ക് എന്താ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് സന്തോഷം തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ. അപ്പോൾ ഡോപ്പമിന് റിലീസാവാൻ കാരണം അതായത് നമുക്ക് വെറുതെ സന്തോഷം കിട്ടുകയാണ്. ഒരു കായും അത്ര പൈസ ഒന്നും കൊടുക്കുക. പൈസ ഉണ്ടാവും. തണുപ്പ് വെള്ളത്തിൽ കുളിക്കാൻ പൈസ ഉണ്ടോ? വലിയ പൈസ ഫ്രിഡ്ജിൽ ഐസും കട്ട വെക്കഴിഞ്ഞാൽ ആ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെറുതെ നമുക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ എന്താ അത് എന്തായാലും കളയണം. അപ്പോൾ നല്ല തണുപ്പ് വെള്ളത്തിൽ തണുപ്പ് പറഞ്ഞാൽ നല്ല ഓവർ തണുപ്പല്ല, ഒരു മിനിമം തണുപ്പിട്ട. അപ്പോൾ ആ തണുപ്പ് വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ നമുക്ക് ഡോപ്പമിൻ റിലീസാകാനും നമുക്ക് സന്തോഷം തരാനും നമുക്ക് ആ ദിവസത്തെ ഊർജ്ജം നിലനിർത്താനും അപ്പോൾ ആ സന്തോഷം ചിലപ്പോൾ മതിയാവും. അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്തതിൽ അപ്പം എത്രാമത്തെ പറഞ്ഞു? 6ാമത്തെ പറഞ്ഞല്ലേ. ഓക്കെ, ഇനി പറയുന്ന പോയിന്റ് എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. അതായത് നമ്മളൊക്കെ ഉറങ്ങുന്നത് ഇപ്പോൾ നമ്മളൊരു ഷെഡ്യൂൾ വെക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫിൻ്റെ ഒരു ഷെഡ്യൂൾ വെക്കുകയാണെങ്കിൽ നമ്മൾ നൈറ്റ് എപ്പോഴാണ് ഉറങ്ങൽ നോക്കുക. ഉറങ്ങുമ്പോൾ ചില ദിവസം 10 മണി അല്ലെങ്കിൽ 9 മണി 11 മണി 12 മണി അങ്ങനെയല്ല. നമ്മളൊരു കൃത്യസമയത്ത് നമ്മൾ ഉറങ്ങാനും എണീക്കാനും ഒരു കൃത്യസമയം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ മൺഡേ ഞാനിപ്പോൾ 9 മണിക്ക് ഉറങ്ങി. പിന്നെ അടുത്ത ദിവസം ഞാനൊരു 10 മണിക്ക്, പിന്നെ 11 മണിക്ക് 12 മണിക്ക് 9 മണിക്ക് 1 മണിക്ക് നീച്ചുന്ന സമയം അപ്പോൾ അതിനനുസരിച്ച് മാറും. അപ്പോൾ വേറെ സമയം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആരെയും ചെയ്യണ്ടെങ്കിൽ നമ്മളെ ഹെൽത്തിനും കേടാണ്, നമ്മളെ ബ്രെയിനിനും കേടാണ്, നമ്മളെ ഫോക്കസിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ കൃത്യസമയത്ത് ഉറങ്ങാനും എണീക്കാനും നമ്മൾ ശീലിക്കണം. ആദ്യമൊക്കെ നല്ല പ്രയാസമാവും. അതായത് ഒരു ദിവസം ഇപ്പോൾ നമ്മളൊരു 12 മണിക്ക് കിടന്നാൽ പിറ്റേ ദിവസം ഒരു 9 മണിക്ക് നമ്മൾ കിടക്കാൻ വിചാരിച്ചാൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ 9 മണിക്ക് കിടന്ന് നേരത്തെ എണീക്കണമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാരണം നിങ്ങളെ ഹെൽത്തിനൊന്നും പാട് നല്ലത് 9 മണിക്ക് 9 മണി 10 മണി ഇതിനുള്ളിൽ വലിയ കറക്റ്റ് സമയം എന്തായാലും പറ്റണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ സമയത്തിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഹെൽത്തും ഫോക്കസും ഒക്കെ ഒന്ന് കൂട്ടി എടുക്കുക. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത കാര്യം പറഞ്ഞു ചെയ്ത് പെട്ടെന്നൊരിക്കലും എനിക്കായാലും ആർക്കായാലും ഇത് പെട്ടെന്നൊരു ദിവസം 9 മണിക്ക് കിടക്കണം അല്ലെങ്കിൽ 10 മണിക്ക് കിടക്കാൻ നടക്കില്ല. ഗ്രാജുവലി നിങ്ങളിങ്ങനെ ചെയ്ത് ശീലിക്കുക. അപ്പോൾ നമ്മൾ 7ാമത്തെ പറഞ്ഞ് 8ാമത്തെ നോക്കാം. പിന്നെ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് നിങ്ങൾ ഏതൊക്കെയാണോ എഴുതിയെടുത്ത് അതിൻ്റെ നേരെ കുറേ ടിക്കുകൾ. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 1 മിനിറ്റ് അപ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. 1 ഇങ്ങനെ ഇടുക. ഇവിടെ 2 3 4 5 ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കുക. എങ്ങനെ എഴുതിയെടുക്കണം? ഒരു വലിയ ഡയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കുക.
എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ കുറച്ച് ബോക്സ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഈ ബോക്സ് ഇങ്ങനെ വരച്ചു കൊടുത്ത് ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ വരച്ചു കൊടുത്ത് നിങ്ങൾക്ക് വരച്ചു കൊടുത്ത് രാവിലെ മെഡിറ്റേഷൻ ചെയ്തു, വെള്ളം കുടിച്ചു, എക്സസൈസ് ചെയ്തു, സൺലൈറ്റ് കൊണ്ടു, പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാത്തുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസം കഴിയുമ്പോൾ എത്ര ഉണ്ട് നിങ്ങളെ വിലയിരുത്താം. എന്തെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് എന്തൊക്കെ മെച്ചപ്പെടുത്തും, എന്തൊക്കെ ഞാൻ ഇനി ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് വിലയിരുത്തി നിങ്ങളെ സ്വയം വിലയിരുത്തുക. നിങ്ങൾ വേറെ ആർക്കും വിലയിരുത്താൻ കൊടുക്കരുത്. സ്വയം വിലയിരുത്തി നിങ്ങൾ കണ്ണാടിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സ്വന്തമായിട്ട് നിങ്ങൾ സംസാരിക്കാം. ഇത് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് അങ്ങനെ വെറുതെ സ്വന്തമായിട്ട് ഇങ്ങനെ സംസാരിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒന്നുപാടിയും നിങ്ങളെ സ്പീക്കിങ്ങും നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറാനും അപ്പോൾ മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോവാം. നമ്മൾ 8ാമത്തെ പറഞ്ഞ. അപ്പോൾ അടുത്ത കാര്യത്തിൽ പോവാം. 8ാമത്തെ പറഞ്ഞില്ലേ? 8. ഓക്കെ, ഇനി അടുത്ത 9. ഇനി 9ാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു നോട്ടൊക്കെ എന്തായാലും വേണം. ഏതിപ്പോൾ ഒരു കുട്ടിക്ക് നല്ലൊരു മാർക്ക് ആ കുട്ടി സ്കോർ ചെയ്യുകയാണെങ്കിൽ സ്കോർ ചെയ്യുന്ന പലതരത്തിൽ കുട്ടികളുണ്ടാവും. പക്ഷേ മെജോറിറ്റി നിങ്ങളെ സ്വന്തം ഭാഷയിൽ നിങ്ങൾ നോട്ട് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ നിങ്ങൾ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം എന്താ വെച്ചാൽ ഇന്നൊക്കെ പഠിപ്പിച്ച സാർമാരാവട്ടെ അല്ലെങ്കിൽ അവരൊക്കെ അവരൊക്കെ കുറച്ചും പാടി ഒരു മീഡിയം അതിൻ്റെ ടോപ്പ് ലെവലിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള നോട്ട് തരില്ല. ചിലപ്പോൾ നമ്മൾ ആവറേജ് അതിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് സ്ട്രഗിൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഷയൊക്കെ ഒന്നും പാടി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സ്വന്തം ഭാഷയിൽ നമ്മൾ ഒരു നോട്ട് ബുക്ക് സബ്ജക്റ്റിലൊക്കെ തന്നെ ഭാഷ ഒക്കെ മാറ്റി നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവണം ആ രീതിയിലൊന്ന് എഴുതിയെടുത്ത് ഒരു നോട്ടിക്ക് നമ്മൾ, അതായത് സ്കൂളത്തെ നോട്ടിക്കിന് പുറമേ ഉള്ളൊരു നോട്ടിക്കാണ് പറയുന്നത്. സ്കൂളത്തെ നോട്ടിക്കിൽ എഴുതിയെടുക്കരുത്. സ്കൂളത്തെ നോട്ടിക്ക് എഴുതിയെടുത്താൽ ചിലപ്പം സാർമാർക്കത് നിങ്ങളെ ഒരു വിലയിരുത്തുന്ന അവസരങ്ങൾ തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. സ്വന്തമായിട്ട് ഒരു നോട്ടിക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നോട്ടിക്ക് ഒന്ന് വാങ്ങാൻ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇതുണ്ടാവണം, ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണമെന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് നോട്ടിക്ക് ഇല്ലാത്തവർ ന്യൂസ് പ്രിൻ്റ് പറഞ്ഞാൽ പാക്കറ്റ് എല്ലാം വലിയ അളവിൽ ന്യൂസ് പ്രിൻ്റ് കൊടുക്കുന്ന ഷോപ്പുകളുണ്ടാവും. ഷോപ്പ് പറഞ്ഞാൽ ബൾക്കായിട്ട് നിങ്ങൾ വാങ്ങാം. വളരെ കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് ബൾക്കായിട്ട് കിട്ടും. നിങ്ങൾക്ക് അത് നോട്ടിക്ക് പിന്നെ അടിച്ച് നോട്ട് ബുക്ക് ആക്കാം. അത് മാത്രമല്ല നിങ്ങൾക്ക് എക്സാമിൻ്റെ റിവിഷൻ ചെയ്യാനും എഴുതാനൊക്കെ നിങ്ങൾക്ക് അതുകൊണ്ട് സാധിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അടുത്തതും പറഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എഴുതി പഠിക്കുമ്പോൾ നമ്മൾ വായിച്ച് പഠിക്കണില്ല, പെട്ടെന്ന് നമ്മൾ എഴുതി പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് അത് കണക്റ്റ് ആവും. അപ്പോൾ വെറുതെ എഴുതി കാണാപ്പാടെ എഴുതി ഇങ്ങനെ പോവില്ല. നമുക്ക് എഴുതി എന്താണിത് ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ വായിച്ചു കണ്ട് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞില്ലേ ന്യൂസ് പ്രിൻറ്റിലൊക്കെ കുറഞ്ഞ പൈസ കിട്ടും. അതുകൊണ്ട് ന്യൂസ് പ്രിൻറ്റിലൊക്കെ എഴുതി പഠിച്ചാൽ പോസിബിളാണ് നമുക്ക്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 10ാമത്തെ പറഞ്ഞിട്ടാ. അപ്പോൾ 10 ഓക്കെ. അടുത്ത് നമുക്ക് 11 നോക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കണ്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ഉള്ളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഒരുവിധ ആൾക്കാർ ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ എന്താ ഹൈലൈറ്റർ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാനൊക്കെ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ എൻ്റെയൊക്കെ ഒരു ബുക്കിൽ കുറേ ഇതുണ്ടാവില്ല, അതായത് ഇങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊന്നും പഠിക്കേണ്ടിയില്ല. കുറേ എക്സാമിന് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബുക്ക് എത്ര കട്ടിണ്ടാവും, ഇത് ഇത്ര കട്ടിണ്ടാവും, അതിലൊരു സബ്ജക്റ്റ് ഇത്ര ഉണ്ടാവും. അതിൽ എക്സാമിന് ഇതൊക്കെ പാഠമാണെന്ന് ഒരു നിർബന്ധം ഉണ്ടാവില്ല. കുറച്ച് മാർക്കിന് പ്രധാന പോയിന്റ് മാത്രം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രധാന പോയിന്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഹൈലൈറ്റ് ചെയ്ത് വായിക്കുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ബുക്ക് വെച്ച് പോവാം. ഹൈലൈറ്റ് ചെയ്ത് വെച്ച് ശേഷം നമ്മൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഉപകാരം എന്താ വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്നൊക്കെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഉപകാരം അതാണ്. അതായത് ഹൈലൈറ്റ് ചെയ്ത് മാത്രം ഒന്ന് ലാസ്റ്റിലൊക്കെ ഇങ്ങനെ റിവിഷൻ എല്ലാം പഠിച്ചോളി. ലാസ്റ്റിക്ക് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് മാത്രം ഒന്ന് നമ്മളൊന്ന് വായിച്ച് റിവിഷൻ ചെയ്ത് ഇപ്പോൾ എക്സാമിന് 2 മണിക്കൂർ. അപ്പോൾ നമ്മൾ എക്സാം ഹാളിലൊക്കെ വന്നിരിക്കുമ്പോൾ ഹൈലൈറ്റ് ഒന്ന് വെറുതെ കൂളായിട്ട് ടെൻഷനൊന്നും പാടില്ല, ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് നിങ്ങൾ വായിച്ചിങ്ങനെ നോക്കുക. അപ്പോൾ കിട്ടില്ലാവും. ഒന്ന് ശ്രമിച്ചു നോക്കി. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോയിലേക്ക് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ എത്രാമത്തെ പറഞ്ഞു 11ാമത്തെ പറഞ്ഞു. നമുക്ക് ഇനി നമ്മൾ ചോപ്പ് ഷീറ്റില്ലേ
ചോപ്പ് ഷീ. അത് നമുക്ക് 12ാമത്തെ നോക്കാം. പിന്നെ നല്ല സ്ഥലത്തിരുന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾ നല്ല സ്ഥലം, അങ്ങനെ നല്ല സ്ഥലം ഉണ്ടോ? നമുക്ക് നല്ല സ്ഥലം ഉണ്ടാക്കിയെടുക്കാം. അതായത് വായു സഞ്ചാരമുള്ള സ്ഥലത്തിരുന്ന് പഠിക്കുക. വായു സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് AC അങ്ങനെ തണുപ്പ് അങ്ങനത്തെ സ്ഥലമല്ല. ഒരു നല്ലൊരു, അതായത് നമുക്കൊരു ശ്വാസം മുട്ടാത്തൊരു സ്ഥലം, റൂമൊന്നും അടിച്ചിരുന്ന അങ്ങനത്തെ അല്ല, ഒരു നല്ല കാറ്റും വെളിച്ചുള്ള സ്ഥലത്തിരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാവും കൂടുതൽ നല്ലത്. പിന്നെ ഇരുട്ടുള്ള സ്ഥലത്തിൽ പഠിച്ചാൽ എന്താ വെച്ചാൽ രാത്രിയൊക്കെ ഒരു ഡിം ലൈറ്റിൽ നിന്ന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഒരു അത് നമ്മൾ ലാസ്റ്റ് എക്സാമിന് ഇനി മുതൽ പഠിക്കണം എന്നുള്ളവർ അങ്ങനെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഒരു പരിധി കൂടുതൽ ലൈറ്റ് ഉണ്ടാവാൻ പാടില്ല. അതും നമുക്ക് സ്ട്രെസ് അടിക്കാനും കാരണമാക്കും. അപ്പോൾ ഒരു മീഡിയം ലെവൽ വാൾട്ടിൻ്റെ ലൈറ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കാം. അപ്പോൾ അങ്ങനത്തെ സ്ഥലം. പിന്നെ ഒരു റൂമിൻ്റെ കോർണർ ഉണ്ടാവില്ല, കോർണർ ഭാഗത്തൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് കോർണർ പറഞ്ഞാൽ നമുക്ക് ഒരു സുരക്ഷിതത്വം തോന്നുന്ന സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പെട്ടെന്ന് ആരും പെട്ടെന്ന് ഇപ്പോൾ ഒരു ഗസ്റ്റ് പേരിക്ക് കയറി ചെല്ലുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ പേരിക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ പഠിക്കണ കാണുമ്പോൾ എന്താ അതാ പഠിപ്പിതായിരിക്കണ എന്താ അങ്ങനത്തെ നമ്മളെ മൈൻഡിൽ അങ്ങനെയൊക്കെ തോട്ട് ചെയ്താൽ ചിലപ്പം നമ്മൾ അതിനെക്കുറിച്ച് ബോധമില്ലെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് സഡൻ നമുക്ക് സ്ട്രെസ് അടിപ്പിക്കാതിരിക്കണ സ്ഥലത്തിരുന്ന് പഠിക്കണമാവും ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുകൊണ്ട് വിചാരിക്കണം. അതാണ് ഞാൻ എക്സാമ്പിൾ അടക്കം പറഞ്ഞത്. വെറുതെ പറഞ്ഞതാ. വേറെ കാര്യം കയറി വരുമ്പോൾ അവിടെ ഇരുന്ന് പഠിച്ചു കണ്ടാലെത്താ എന്താ ഓല് വിചാരിക്കുക, നമ്മൾ ഓലൊന്നും പറയില്ല പഠിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കും. തരോ ഇപ്പം നമ്മളെ കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പേരൻസ് അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ വരുന്ന ആരെങ്കിലും അത് കാണുമ്പോൾ എന്താ വിചാരിക്കുക, ഇവന് അത്യാവശ്യം മാർക്ക് ആകും. പിന്നെ മാർക്ക് 1 A+, 2 A കുറഞ്ഞാൽ അതൊരു കുറ്റമാവും പിന്നെ. അപ്പോൾ പറഞ്ഞത് ഓർത്തോളി. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഇല്ലല്ലോ, അപ്പം നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. ഇനി അടുത്ത് 13ാമത്തേക്ക് ശബ്ദം പോകുന്നുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചിട്ടാ. പിന്നെ 8 അവർ മിനിമം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. 8 അവർ ഉറങ്ങിയില്ലെങ്കിൽ എന്താ, ഇപ്പോൾ ഈ 8 അവർ ഉറങ്ങിയില്ലെങ്കിൽ ഇന്ന് പഠിച്ചത് ഞാൻ ഉറങ്ങാതെ നാളെ കൂടുതൽ പഠിക്കാച്ചിട്ട് ഉറക്കം വെച്ച് പഠിച്ചാൽ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുക. 8 അവർ മിനിമം നിങ്ങൾ ഉറക്കം പക്കാക്കുക. ഉറക്കം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബ്രെയിനിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതായത് ഏറിപ്പോയി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മറക്കും. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു സബ്ജക്റ്റിനെ കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിൽ പെട്ടെന്ന് ഒരു ചോദ്യം വരിക. അപ്പോൾ ഞാൻ അത് നല്ല രീതിയിൽ ഉറക്കം വെച്ച് പഠിച്ചു, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഉറക്കം പക്കാക്കുക. ഉറങ്ങിയാൽ നമ്മളെ ബ്രെയിനിൽ അത് കയറുള്ളൂ. അപ്പോൾ ഉറക്കം പക്കാക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ 13 പറഞ്ഞില്ലേ, 13 പറഞ്ഞു. അതോ ഇടക്കിടക്ക് നമ്മൾ ഈ നീല കീഴ് വരുന്നുണ്ട്. അപ്പോൾ അല്ല, പറഞ്ഞു. പിന്നെന്താ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചില ഈ വലിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ ചില ടീച്ചർമാർ നമ്മളെ കുട്ടികളെ ചിലപ്പം തെറാപ്പിയൊക്കെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ ചില തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ പഠിപ്പിനോട് തീരെ താല്പര്യമില്ല. അപ്പോൾ അവരോട് പറയുന്നതാണ്, നിങ്ങൾ ടാബ്ലം എന്തായാലും ഉണ്ടാവേണ്ട സാധനമാണ്. ഇങ്ങനെ ഒരു വെള്ളക്കുപ്പി എന്തായാലും നിങ്ങൾ ടാബ്ലം ഉണ്ടാവണം. ടാബ്ലം അങ്ങനെ വെള്ളക്കുപ്പി ഉണ്ടാകുമ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്തായാലും പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല വിശക്കുമ്പോൾ എന്താ നമുക്ക് പഠിക്കാനേ തോന്നൂല. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം ഇടയ്ക്ക് ടാബ്ലം ഉണ്ടാവണം. പിന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാക്സിമം കഴിക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ അത് ഹെൽത്തി ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കക്കരിക്കൊക്കെ ചെത്തി കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മേക്ക് ചെയ്ത് നിങ്ങൾ കഴിക്കുക. ടാബ്ലം വെച്ചാൽ അത് മാത്രം കഴിക്കൽ മാത്രം നടക്കരുത്. പഠിക്കുമ്പോൾ അതിൻ്റെ ജസ്റ്റ് അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വലിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ തെറാപ്പി ചെയ്യാൻ വരുന്ന പഠിക്കാൻ തീരെ കഴിയണില്ല ടീച്ചറാണ് അങ്ങനെ വരുന്ന കുട്ടികൾ, ഇങ്ങനത്തെ കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ പഠിപ്പിനോട് താല്പര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക.
ഓക്കെ, അപ്പം നമ്മൾ അടുത്ത പോയിന്റും പറഞ്ഞു. ഇതൊന്നും അധികം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 14 പറഞ്ഞു. അടുത്ത നമ്മൾ 15ാമത്തെ. പിന്നെ പറയാനുള്ളത്, ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ, ഇപ്പോൾ ഞാൻ 25 മിനിറ്റ് പഠിച്ച് 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയണം ഇനി 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം, കുറച്ച് ഫോണിലൊന്നും എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം 5 മിനിറ്റ് നോക്കാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പഠിക്കുമ്പോൾ നിങ്ങളെ ഫോണേ ഉണ്ടാവരുത്. പഠിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഫോണിൻ്റെ ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില വാക്കിൻ്റെ അർത്ഥം അറിയില്ല, അപ്പോൾ ഫോണിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഫോണില്ലാതെ ശ്രമിക്കുക. പഠിക്കുമ്പോൾ ഫോണൊക്കെ ഒഴിവാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ റെസ്റ്റ് എടുക്കുമ്പോൾ എങ്ങനെ റെസ്റ്റ് എടുക്കണം, നമ്മൾ ഒരു 25 മിനിറ്റ് പഠിക്കുമ്പോൾ നമ്മളെന്താ ഒരേ പൊസിഷനിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കലല്ല, ഇടയ്ക്കൊന്ന് നടന്നിങ്ങനെ വായിക്കുക. ഇടയ്ക്ക് കിടക്കരുത്. കിടക്കാൽ നോട്ട് അലൗഡ്. കിടക്കാൻ മീൻസ് ബെഡിൽ കിടക്കുന്നത് തന്നെ ഉദ്ദേശിച്ച്. അപ്പോൾ അത് എല്ലാവരും ഒഴിവാക്കുക. സൗണ്ട് ഇടയ്ക്ക് കൊണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് 25 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് പറഞ്ഞാൽ ഒന്ന് കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അടുത്തതും പറഞ്ഞു, 15 പറഞ്ഞു. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ, പിന്നെ AI ഒരു യുഗമാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ AI സഹായത്തോടെ പഠിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാൻ കഴിയും. എങ്ങനെ AI സഹായത്തോടെ നമുക്ക് പഠിക്കാം? ഇപ്പോൾ എന്നോടൊക്കെ പണ്ട് ടീച്ചർമാർ പറഞ്ഞിരുന്നു, നമ്മൾ പഠിച്ചത് ഒരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് പഠിക്കും. അതെന്താ, അതൊരു സത്യമാണ്. നമ്മൾ പഠിച്ചത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ ചങ്ങായിമാരൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല. ഓൽക്ക് ഇത് നോക്കാറുമ്പോൾ ഇത് വലിയ പഠിപ്പായില്ലേ, അങ്ങനത്തെ ചങ്ങായിമാരെനിക്ക്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് വീട്ടിലെത്തി ഈ AI നമുക്ക് പഠിക്കണം. നമ്മൾ ഇപ്പോൾ എനിക്ക് ഈ പേജ് എനിക്ക് പറഞ്ഞു കൊടുക്കണം, പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് AI എല്ലാം ഇട്ടെടുത്ത് ഞാൻ ഇത് വായിക്കാം, അപ്പോൾ നീ ഇതൊന്ന് നോക്കൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിട്ടു കൊടുക്കുക. അപ്പോൾ നമ്മളിത് വായിച്ച് കൊടുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ AI നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ AI വെച്ച് ഏറ്റവും എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഇപ്പോൾ എന്തൊക്കെ നമുക്കുണ്ട്, നമുക്ക് എന്തൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, അപ്പോൾ എല്ലാത്തിനും നമുക്ക് അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിച്ചു. അത് ഞാൻ എക്സാമ്പിൾ എടുക്കാൻ അങ്ങനെ പറഞ്ഞേണ്ടേ. അപ്പോൾ മനസ്സിലായെങ്കിൽ എത്തില്ലേ, മനസ്സിലായി. അപ്പോൾ 16 നമ്മൾ പറഞ്ഞിട്ടോ, 16 ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുമ്പോൾ ചെറിയ എന്താ ചിപ്സോ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. പിന്നെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ അതായത് ഇറച്ചി, മീൻ അങ്ങനത്തെ, അതായത് ദഹിക്കാനല്ല ബുദ്ധിമുട്ട്. ഇപ്പോൾ ദഹിക്കാൻ ഏതാ ബുദ്ധിമുട്ടെന്ന് ചോദിക്കണവർക്ക്, അതായത് നമ്മൾ മൈദ അങ്ങനത്തെ കുറച്ച് ഫുഡുകൾ ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കഴിച്ചാൽ എന്തുണ്ടാവുക, നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോകാൻ നമുക്ക് ഉറക്കം വരും. ദഹിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണമൊക്കെ എല്ലാവരും ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയാലും ഉറക്കം വരില്ലെങ്കിൽ എന്താ, നമുക്ക് നല്ല ഉഷാറോട് കൂടി പഠിക്കാം. അപ്പോൾ അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു, ഹെൽത്തി ഫുഡ് എപ്പോഴും കഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 15 പറഞ്ഞു. പിന്നെ നമ്മൾ റീകോൾ ചെയ്തെടുക്കുക. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ നിൽക്കുക വിചാരിച്ചോ. ഇപ്പോൾ ഞാൻ ഒരു കല്യാണത്തിന് പോയി ഞാൻ ആലോചിച്ചാണ് x+v = a-b². അങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ, എനിക്കതിങ്ങനെ റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് എൻ്റെ മനസ്സിൽ തോന്നുക. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, റീകോൾ ചെയ്ത് എടുക്കാം. അതായത് റിവിഷൻ ചെയ്യുന്നതിൻ്റെ പകരം നമ്മൾ റീകോൾ ചെയ്ത് അത് ഓർമ്മ ഉണ്ടാകും നോക്കുക.
അപ്പോൾ ഓക്കെ, ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്, അതായത് എക്സാമിൻ്റെ തലേന്ന് എന്താ എക്സാമിൻ്റെ വെച്ചാൽ എല്ലാവരും റിവിഷൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്നുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവും. ഇതെനിക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ, അത് നമുക്ക് മനസ്സിലാവും. ഇത് പഠിച്ചെടുക്കാൻ എനിക്ക് കഴിയും, അല്ലെങ്കിൽ ഇതെനിക്ക് കഴിയില്ല, കുറച്ചും കൂടി ഞാൻ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മളൊരു ലേഡി അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തൊരു കാര്യമാണ്, അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒന്ന് വായിച്ചിട്ടാ വീഡിയോ ലെങ്ത് ആണെങ്കിലും തോന്നുന്നു. അതായത് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാവണമെന്നില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നല്ലൊരു പഠിക്കുന്ന കുട്ടിയുണ്ട്, ആ കുട്ടീനോട് ചോദിക്കുകയാണ്, ആ കുട്ടിക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ട്, ആ കുട്ടിക്ക് എന്നാലും ചില വിഷയങ്ങൾ തീരെ താല്പര്യം ഉണ്ടാവില്ല. ചില വിഷയങ്ങൾ തീരെ താല്പര്യം ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ആ വിഷയം എത്ര പഠിച്ചൊന്നും പഠിയാതിരിക്കുക, പിന്നെ ആ വിഷയത്തിൻ്റെ ടീച്ചർ പഠിപ്പിക്കണത് പഠിയാതിരിക്കുക, പിന്നെ ആ ടീച്ചർ നല്ല അടിക്കുക, അങ്ങനത്തെ കുറച്ച് റീസൺ, ടീച്ചറെ പറ്റി കുറച്ച് റീസൺ ഉണ്ടാവും. ഒരാൾക്ക് ആ വിഷയത്തെക്കുറിച്ച് തീരെ താല്പര്യമില്ല, അവ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റും നമ്മളൊരു ഡയറിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം പിന്നെ അങ്ങനെ ഓരോ വിഷയം ഉണ്ടാവില്ലേ. അപ്പോൾ വേറെ എന്തെങ്കിലും അറബിക്ക് അങ്ങനെ കുറച്ച് വിഷയം എന്തെങ്കിലും ഉണ്ടാവില്ല. ഈ വിഷയങ്ങളൊക്കെ ഹിന്ദി ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ഓരോ ബോക്സിലാക്കി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എക്സാം നടക്കുക. അതായത് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഓരോ വർഷത്തിൻ്റെയും പേപ്പറുകൾ കാണാൻ പറ്റും. പേപ്പർ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുത്ത് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അതായത് ആവറേജ് ലെവലിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, മീഡിയം ലെവൽ ഉണ്ടാക്കാം, ടോപ്പ് ലെവൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ എക്സാം പേപ്പർ ഉണ്ടാവില്ല, എക്സാം പേപ്പർ ഉണ്ടാവും. ഈ പേപ്പർ നമുക്ക് ചെയ്ത് പഠിച്ച ശേഷം ആദ്യം നിങ്ങൾ ആവറേജ് ലെവൽ നോക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ കുറച്ച് പെട്ടികൾ വരയ്ക്കുക. പെട്ടികൾ വരച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ആവറേജ് ലെവൽ ഇവിടെ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവർ ഏത് പാടാണോ വേണ്ടത്, അതായത് നിങ്ങൾക്ക് വെച്ച് ഈ സബ്ജക്റ്റ് എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇവിടെ ടോപ്പ് ലെവൽ എന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് പഠിക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് പറ്റുന്നുണ്ടോ, ഏത് വിഷയമാണ് ഞാൻ ബാക്കിൽ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഈ ആവറേജ് ലെവലിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടി, എനിക്ക് എത്രയിലെ എക്സാം, ഇപ്പോൾ നമുക്കൊരു ടോട്ടൽ ഒരു 50 എക്സാം, 50 ഇതിൽ എനിക്ക് 30, 28 അങ്ങനെ ചെയ്ത് പഠിക്കുക. ഒക്കത്തിലും അങ്ങനെ കൂടി പോകണം. ഓരോ മാർക്കും നമുക്ക് ഇങ്ങനെ കിട്ടില്ല. നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു വിലയിരുത്താൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഇത്ര ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാൽ എനിക്കിത് ചെയ്യാൻ കഴിയും, നമുക്ക് സ്വന്തമായിട്ടൊരു വിലയിരുത്താൻ പറ്റും. ഇത് ചെയ്തുകൊണ്ടുള്ള ഉപകാരം എന്താ? ഒറ്റ ഉപകാരമുള്ളൂ. എക്സാമിന് നമുക്കുള്ള ഒരു ഭയം ഉണ്ടാവില്ല, എക്സാമിനൊരു വയറെന്നൊക്കെ ഒരു കാളലുണ്ടാവില്ല, അത് നമുക്കൊണ്ട് ഒഴിവാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.